ന്യൂസ് മലയാളം തിരുവനന്തപുരം ബ്യൂറോയിലെ ക്യാമറാമാൻ ജ്യോതിഷ് ജെബി അന്തരിച്ചു. ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങവേ തിരുവനന്തപുരം പാളയത്തുണ്ടായ അപകടത്തിലാണ് മരണം. 27 വയസ്സായിരുന്നു. റിപ്പോർട്ടർ ചാനലിലാണ് ജ്യോതിഷ് കരിയർ തുടങ്ങിയത്. റിപ്പോർട്ടറിന്റെ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ ബ്യൂറോകളിൽ ജോലി ചെയ്തു. ന്യൂസ് മലയാളം ചാനലിന്റെ തുടക്കം മുതലേ ജ്യോതിഷ് തിരുവനന്തപുരം ബ്യൂറോ വാർത്താ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. നിറങ്ങളും ആഘോഷങ്ങളും ബഹളങ്ങളും എല്ലാം പകർത്താനായിരുന്നു ജ്യോതിഷിന് ഏറെ താല്പര്യം. സ്കൂൾ കലോത്സവം, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയ നിരവധി ഇവന്റുകളിൽ ന്യൂസ് മലയാളത്തിനു വേണ്ടി ജ്യോതിഷ് ദൃശ്യകഥകൾക്ക് ക്യാമറ ചലിപ്പിച്ചു. മനസ്സു തകർന്നവർ, മക്കളെ കൊന്നവർ എന്ന ഏറെ പുരസ്കാരങ്ങൾ നേടിയ ന്യൂസ് മലയാളത്തിന്റെ വാർത്താ പരമ്പരയുടെ നല്ലൊരു ഭാഗവും ചിത്രീകരിച്ചത് ജ്യോതിഷായിരുന്നു. ദേവാലയങ്ങളെ പറ്റിയുള്ള ന്യൂസ് മലയാളം സീരീസായ ദൈവമേ കൈതൊഴാമിനു വേണ്ടി തിരുവനന്തപുരം LMS പള്ളിയുടെ രാത്രി ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രി ജ്യോതിഷ് അവസാനമായി ക്യാമറയിലാക്കിയത്. ശേഷം വീട്ടിലേക്ക് മടങ്ങും വഴി പാളയത്ത് വെച്ചായിരുന്നു അപകടം. നേമം ഇടക്കാട് സ്വദേശി ജോയിയുടെയും ബിന്ദുവിന്റെയും മകനാണ് ജ്യോതിഷ്. ന്യൂസ് മലയാളം തിരുവനന്തപുരം ബ്യൂറോയിലെയും തിരുവനന്തപുരം പ്രസ് ക്ലബിലെയും പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. നിറങ്ങളും ബഹളങ്ങളും ഇല്ലാത്ത ലോകത്തേക്ക് പൊടുന്നനെ മടങ്ങുന്ന പ്രിയ സഹപ്രവർത്തകന് വിട. ആദരാഞ്ജലികൾ ജ്യോതിഷ്. ഞങ്ങൾ ഓർമ്മിക്കും. ഹൃദയഭാരത്തോടെ ടീം ന്യൂസ് മലയാളം.